Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon. Varumano. Becho. കഴിച്ചു Becho അല്ലേ? കഴിച്ചു മാം. വരുന്നുണ്ടോ? ഇല്ല. Okay. Attempt ചെയ്യാം നമുക്ക്. ഇതൊരു ചാപ്റ്റർ ഏതായിരുന്നു മറന്നുപോയി. ഓർമ്മയുണ്ടാ നമ്മൾ ഏത് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്? Material management. മെറ്റീരിയൽസ് മാനേജ്മെന്റ് കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ കുറച്ച് ഭാഗവും കൂടി നമുക്ക് എടുക്കാനുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ മിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഡിറ്റ് ആണ്. ഓഡിറ്റ് പ്രിന്റഡ് നോട്ടില്ലേ നിങ്ങളുടെ കയ്യില്? PDF ഉണ്ടോ ഓഡിറ്റിന്റെ? മൊഡ്യൂൾ 3 അപ്പൊ നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ ഫീൽഡ്. എത്ര വരെയാണ് എടുത്തത് നമ്മള്? ആണോ? ഐറ്റംസ് ആയിരുന്നു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടത്. ഏതൊക്കെയായിരുന്നു ഐറ്റംസ്? ഡ്രഗ്സ്, ഫുഡ് മെറ്റീരിയൽസ്, ലിനൻ മെറ്റീരിയൽ, യൂട്ടൻസിൽസ്, ഇൻസ്ട്രുമെന്റ്സ്. ഇൻസ്ട്രുമെന്റ്സ്. ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് മോഷണം കൂടുതൽ സംഭവിക്കുന്നത്, മോഷണം പോകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ്. അവിടെ സെലക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഡിറ്റക്ഷൻ മാർക്കാം. Detection of pilferage. ഓക്കെ, അപ്പൊ 2 പോയിന്റ് ആണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് നോക്കി, ഡിറ്റക്ഷൻ ഓഫ് pilferage. ഫസ്റ്റ് പോയിന്റ്, any abrupt rise in routine needs or demand. എന്താ പറയുന്നത്? സാധാരണ ഇപ്പൊ ഒരു എന്താണ് യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങള്, നിങ്ങൾക്ക് ഇന്ന സാധനങ്ങൾ വേണമെന്ന് ആരോട് പറയാം? യൂസർ ഡിപ്പാർട്ട്മെന്റ്. ഓർമ്മയുണ്ടോ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയോ അല്ലെ? അപ്പോ അവർക്ക് 1 മിനിറ്റ് മ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ, അല്ലെങ്കിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? ഏതാ നമ്മൾ എടുക്കുന്നത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റ്, സെലക്ഷൻ ഓഫ് pilferage അതാണ് ടോപ്പിക്. ആ സെലക്ഷൻ എന്നുള്ളതൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഡിറ്റക്ഷൻ ആക്കണം. ഡിറ്റക്ഷൻ ഓഫ് pilferage. ഓക്കെ, അതിനകത്തെ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എനി അബ്രപ്റ്റ് റൈസ് ഇൻ routine needs or demand. അബ്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെട്ടെന്ന്. അബ്രപ്റ്റ് മീൻസ് പെട്ടെന്ന്. അപ്പോ നമ്മൾ പറഞ്ഞു എന്താണ്? യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അവർക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുമ്പോ ആരോട് ചോദിക്കും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോടാണല്ലേ ചോദിക്കുന്നത്. ഇങ്ങനെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് ചോദിക്കുമ്പോ ആവശ്യത്തിൽ കൂടുതൽ പെട്ടെന്ന് അവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? അവര് ആവശ്യത്തിൽ കൂടുതൽ മെറ്റീരിയൽസ് വേണമെന്ന് പറയുന്നു. മനസ്സിലായോ? അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. എങ്ങനെയെല്ലാമാണ് മോഷണങ്ങള് അല്ലെങ്കിൽ അതിന്റെ കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കണ്ടുപിടിക്കുക, എങ്ങനെയെല്ലാം മോഷണം പോകുന്നുണ്ട്. 2 കാരണങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഡിപ്പാർട്ട്മെന്റ് സാധാരണയായിട്ട് യൂസർ ഡിപ്പാർട്ട്മെന്റ് പറയും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇന്നത് ആവശ്യമാണ് എന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോടാണല്ലേ പറയുന്നത്. അപ്പോ അവര് അങ്ങനെ പറയുമ്പോ അതില് ഒരു നോർമൽ ആയിട്ട് അവർ പറയുന്നതിനെക്കാട്ടും കൂടുതൽ അവര് വർദ്ധിപ്പിച്ച് പറയുന്നു. അതിനകത്ത് പെട്ടെന്ന് ഉണ്ടാകുന്ന, അവര് സാധനങ്ങൾ ആവശ്യമാണെന്ന് പറയുമ്പോൾ അതിനകത്ത് പെട്ടെന്ന് ഉണ്ടാകുന്ന വർദ്ധനവ് എന്തുകൊണ്ടായിരിക്കും? അവർക്ക് എന്തിനാ അങ്ങനെ വർദ്ധിപ്പിച്ച് പറയുന്നത്? കൂട്ടി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സാധനങ്ങള്, ഇത്രയും സാധനങ്ങൾ വേണം
കൂട്ടി പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം യൂസർ ഡിപ്പാർട്ട്മെന്റ്? എന്തിനാ? മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എന്താണ്, ഞങ്ങൾക്ക് ഇന്ന സാധനങ്ങൾ ആവശ്യമാണ് അല്ലെ? അപ്പൊ ഒരു റെക്കോർഡും കാര്യങ്ങളൊക്കെ നോക്കാതെ ചിലപ്പോ എടുത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചിലപ്പോ അവര് മറച്ചു വെക്കാം. നമ്മൾ മുൻപ് പഠിച്ചില്ലേ കാര്യങ്ങള്, കരിഞ്ചന്ത പോലുള്ളത് എന്താണ്, മറച്ചു വെക്കാം. അതുപോലെ തന്നെ എന്താണ്, വീട്ടിലേക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാം. മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവര് കൂട്ടി പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, ഇനി unreasonable expenditure of any section when compared to previous periods. എന്താണ് previous periods എന്ന് പറയുമ്പോ? previous period എന്തായിരിക്കും previous period എന്ന് പറഞ്ഞാല്? മുൻപത്തെ അല്ലെ, മുൻ വർഷങ്ങളില് നമ്മൾ എന്താണ് ഇപ്പോ എക്സ്പെൻഡിച്ചർ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഈ വർഷം എന്താണ് കാരണമില്ലാതെയുള്ള എക്സ്പെൻഡിച്ചർ ചിലവ് വരുന്നത്. വർഷങ്ങളിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോ എക്സ്പെൻഡിച്ചറില് ചിലവില് എന്തുണ്ടാകുന്നു, കാരണമില്ലാതെയുള്ള ചിലവ് വരുന്നത്. മനസ്സിലായോ? അതാണ് രണ്ടാമത്തെ റീസൺ ആയിട്ട് പറയുന്നത്. എന്താ പറഞ്ഞത്? മുൻ വർഷങ്ങളിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ചിലപ്പോ ഈ വർഷം എന്താണ് കാരണമില്ലാതെ ചിലവുകള് വരാം. അങ്ങനെയും എന്താണ് ഫീൽഡ് സംഭവിക്കാം. രണ്ട് കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് റീസൺ എന്തായിരുന്നു? എങ്ങനെയെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഫീൽഡ് നടത്തുന്നത്? ഫസ്റ്റ് റീസൺ എന്തായിരുന്നു? യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയുമ്പോ വെറുതെ അവരെന്താണ് കൂട്ടി പറയാം അല്ലെ, ഓരോ ഐറ്റംസും ഇത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് വേണം എന്ന് പെട്ടെന്ന് അവർ കൂട്ടി പറയുന്നത്. അപ്പൊ എന്താണ്, അവിടെ മോഷണം സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ട് ഇടവരുന്നുണ്ട്. നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, മുൻ വർഷങ്ങളിലെ കണക്കുകൾ നമ്മൾ നോക്കുമ്പോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് കാരണമില്ലാതെയുള്ള ചിലവ് സംഭവിക്കുന്നത്. അതും എന്താണ് ഫിലിഫേജ് നടന്നിട്ടാണ്. ഓക്കെ, മനസ്സിലായോ? രണ്ട് കാരണങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണോ? രണ്ട് റീസൺസും ഡിറ്റക്ഷൻ ഓഫ് ഫിലിഫേജ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഏരിയാസ് ഓഫ് ഫിലിഫേജ്. എന്തൊക്കെ ഏരിയയിലാണ് ഇവിടെ മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്? കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട മോഷണത്തിന്റെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, കിച്ചൺ റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ് അല്ലെ, കുക്കിങ്ങിന് മുൻപ്, നമ്മൾ പാകം ചെയ്യുന്നതിന് മുൻപ് റോ മെറ്റീരിയൽസ് എന്ന് പോകാം, മോഷണം സംഭവിക്കാം. അതുപോലെ കുക്ക്ഡ് ഫുഡ്സ്, കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്സ് കുക്ക് ചെയ്തതിനു ശേഷവും ഭക്ഷണ സാധനങ്ങള് മോഷണം സംഭവിക്കാം. പിന്നെന്താണ്, ഒരു കാരണം കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ്? ഫുഡ് മെറ്റീരിയൽസ് ലോസ്റ്റ് when transported from kitchen to the water. നമ്മൾ പറഞ്ഞില്ലേ പേഷ്യൻസിനൊക്കെ എന്താണ് ഭക്ഷണങ്ങൾ കൊണ്ടുപോകുന്ന വഴിക്ക് എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോ രോഗികൾക്ക്, കിച്ചണിൽ നിന്ന് രോഗികൾക്ക് ഭക്ഷണം ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കാം? മോഷണം സംഭവിക്കാം. മൂന്ന് രീതിയിലാണ് കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട് മോഷണം സംഭവിക്കുന്നത്. ഏതൊക്കെയാ പറഞ്ഞത്? ബിഫോർ കുക്കിംഗ്, കുക്കിങ്ങിന് മുൻപ് റോ മെറ്റീരിയൽസ് പോകാം അല്ലെ. അതുപോലെ തന്നെ കുക്ക്ഡ് ഫുഡ്സ്, അതും എന്ത് സംഭവിക്കാം? മോഷണം പോവാം. അതുപോലെ തന്നെ കുക്ക്ഡ് ഫുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? രോഗികൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും പോകുന്ന വഴിക്കും എന്താണ് മോഷണങ്ങൾ സംഭവിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഏരിയാസ് ഓഫ് ഫിലിഫേജിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ മതി കേട്ടോ. ഇനി ഡ്രഗ് സ്റ്റോർസ്, ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് മോഷണങ്ങൾ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ ആണോ? ഏരിയാസ് ഓഫ് ഫിലിഫേജ് ഡൗട്ട് ഉണ്ടോ? കുഴപ്പമില്ലല്ലോ, മനസ്സിലാവില്ലേ? ഡ്രഗ് സ്റ്റോർസ് നോക്കിയേ, കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസ് അല്ലെ. നമ്മൾ പറഞ്ഞു എന്താണ് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. കാഷ്വാലിറ്റി എന്താണ്? വളരെ തിരക്ക് പിടിച്ച് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരാണ് അല്ലെ. ആക്സിഡന്റ് കേസുകള്, അതുപോലെ തന്നെ പല എമർജൻസി ആയിട്ടുള്ള കേസുകൾ കൊണ്ടുവരുന്നതാണ് എവിടേക്കാണ്? കാഷ്വാലിറ്റിയിലായിരിക്കും. അപ്പൊ അങ്ങനെ പല എമർജൻസി കേസുകളും വരുമ്പോ അവിടുത്തെ സ്റ്റാഫുകള് എന്തായിരിക്കും? ആ സ്റ്റാഫുകളായിരിക്കും ആ പേഷ്യൻസിനെ നോക്കുന്നത് അല്ലെ. പല കാര്യങ്ങളും ചിലപ്പോ ആക്സിഡന്റ് കേസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം,
മരുന്നുകൾ എടുക്കണം. ആ മരുന്നുകൾ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അല്ലെങ്കിൽ പേഷ്യൻസിനെ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവർക്ക് എന്തായിരിക്കും, ഭയങ്കര ധൃതിയിലായിരിക്കും എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെയാണോ? പേഷ്യൻസിലോട്ടായിരിക്കില്ല അവരുടെ ശ്രദ്ധ മുഴുവനും, ആയിരിക്കോ? ഇങ്ങനെയായിരിക്കും കാഷ്വാലിറ്റിയിൽ ആയിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് ചിലപ്പോൾ ഡ്രഗുകൾ, പല മരുന്നുകൾ ഇതൊക്കെ എന്ത് ചെയ്തുകൊണ്ട് പോവാം, മോഷ്ടിച്ചു കൊണ്ടുപോകാം. അവിടെ ആരും ശ്രദ്ധിക്കാനില്ലാത്ത അവസ്ഥയിലായിരിക്കും, ആ രോഗിയിലേക്കായിരിക്കും എല്ലാ സ്റ്റാഫിന്റെയും ശ്രദ്ധ പോകുന്നത്. മരുന്ന് കൊടുക്കല്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ രോഗിയിലോട്ടായിരിക്കും എല്ലാ സ്റ്റാഫുകളുടെയും ശ്രദ്ധ. അവിടെ നിന്നൊക്കെ മരുന്നുകള്, ഡ്രഗുകളൊക്കെ എടുത്തുകൊണ്ട് പോവാനായിട്ട് മറ്റ് സ്റ്റാഫുകൾ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റി വേറെ ആരെങ്കിലും വന്നിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതാണ് കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസസിൽ നടക്കുന്നത്, മായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. പിന്നെ എന്താണ് നോക്കിയേ, ഏരിയാസ് ഹാൻഡ്ലിംഗ് സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് മെറ്റേണിറ്റി വാർഡ്സ്, സ്റ്റീലിംഗ് ഓഫ് ന്യൂ ബോൺ ബേബീസ്. എന്താണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, പേപ്പറിലൊക്കെ ഉണ്ടാവും, മെറ്റേണിറ്റി വാർഡിലൊക്കെ ബേബീസിനെ, ന്യൂ ബോൺ ബേബീസിനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്, മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല, കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികളെയൊക്കെ എന്താണ് എടുത്തുകൊണ്ട് പോവാം. പിന്നെന്താണ്, ലേബർ റൂംസ്, ICCU, അതുപോലെ തന്നെ എന്താണ് മോർച്ചറിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് മോഷണം പോകുന്നത്, ഏതൊക്കെ ഐറ്റംസ് ആയിരിക്കും മോഷണം പോവാ മോർച്ചറിയില്, അറിയാൻ പറ്റുമോ? വെച്ച് കഴിഞ്ഞാണ് നമ്മൾ മോർച്ചറി, ഡെഡ് ബോഡീസ്, പിന്നെ എവിഡൻസ് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ പറഞ്ഞു എന്താണ്, മെഡിക്കൽ ലീഗൽ കേസസ് അല്ലെ, മർഡർ അങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് അല്ലെ, അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ എന്താണ്, ഓർഗൻസ്. അപ്പൊ അങ്ങനെയുള്ള എവിഡൻസ് പ്രധാനമായിട്ടും എന്താണ്, മോർച്ചറിയിൽ നിന്ന് എവിഡൻസ് ശത്രുക്കൾ വന്നിട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട്, മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എന്താണ്, കാർഡിയോതെറാസിസ് യൂണിറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, ആക്സിഡന്റ് യൂണിറ്റ്, പീഡിയാട്രിക് യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്തൊക്കെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്, ജനറൽ ഐറ്റംസ്, BBC, ലൈക്ക് ബ്ലേഡ്, ഡ്രഗ്സുകൾ, ഗ്ലൗസുകളൊക്കെ ഇവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകാം. ഓക്കെ, പിന്നെ എന്താണ്, വാൺസ് ആൻഡ് സെക്ഷൻസ്, ലിനൻ, സോപ്പ്, അതുപോലെ ടോർച്ച് ഐറ്റംസ് ഒക്കെ എന്തിന്, വാർത്തകളിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകാം. അതുപോലെ വർക്ക്ഷോപ്സ്, മെയിൻ്റെനൻസ് വിങ്സ്, വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ എന്തൊക്കെയാണ്, മെറ്റീരിയൽസ്, അതുപോലെ ക്യാഷുകളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ആംബുലൻസ് സർവീസസിൽ നിന്ന് എങ്ങനെയൊക്കെയാണ്, പെട്രോള്, അതുപോലെ ഓയിൽ അല്ലെ, ഇതൊക്കെ എന്താണ് മോഷ്ടിച്ചു കൊണ്ടുപോകാം. ഇനി ജനറൽ സ്റ്റോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കും, പേഴ്സ്, ഇതൊക്കെ എന്താണ് മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെയാണ് ലീക്കേജുകൾ സംഭവിക്കുന്നത് കേട്ടോ, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ കാര്യങ്ങളിൽ നിന്നും, ജനറൽ സ്റ്റോഴ്സിൽ നിന്നായിക്കോട്ടെ, അതുപോലെ തന്നെ ആംബുലൻസ് സർവീസിൽ നിന്നായിക്കോട്ടെ, ICU, ലേബർ റൂംസ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എന്താണ് ഓരോ സാധനങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ഐറ്റംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, ലിസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും കേട്ടോ.
ഓക്കെ ആണോ? നോക്കിയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു ചെറിയ പോർഷൻ കൂടിയുള്ളൂ പഠിക്കാനായിട്ട് നമുക്ക്. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് റെമഡിയൽ മെഷേഴ്സ് അല്ലെ. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചു എന്താണ് മോഷണങ്ങൾ സംഭവിക്കുന്നത്. അപ്പോ ഈ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് മോഷണം നടത്തുമ്പോൾ എന്താണ് അതിന് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മോഷണങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് കൂടി പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയാണ് മോഷണം നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുന്നത്, എങ്ങനെയൊക്കെ തടയാനായിട്ട് പറ്റും. Okay, first point എന്താണ്? The thorough study of the system and identification of loopholes. എന്താണ് loopholes എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും loopholes? loopholes എന്താ? പഴുതുകൾ കേട്ടിട്ടുണ്ടോ നിങ്ങള്? പഴുതുകൾ. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമ്മൾ പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനാവശ്യമായിട്ടുള്ള ഇപ്പോ ഓരോ സ്റ്റോറിൽ നിന്ന് എങ്ങനെയാണ് പല സാധനങ്ങളും മോഷണം പോകുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടേ? വേണ്ടേ? എന്നാലല്ലേ നമുക്ക് പഴുതുകളൊക്കെ അടയ്ക്കാൻ പറ്റുള്ളൂ. ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ചിട്ട് അത് അടയ്ക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഓരോ സ്റ്റോറിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി അതിനുശേഷം എങ്ങനെയാണ് ഇത് മോഷണം പോകുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. പഴുതുകൾ, അവർക്ക് മോഷിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള പഴുതുകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം നോക്കണം. അപ്പോ ചിലപ്പോ എന്താണ്, ഇങ്ങനെയൊക്കെ ആവാം മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള പ്രവണതകൾ ഉണ്ടാകുന്നത്. അറിയാൻ പറ്റുമോ? ഓരോ സ്റ്റോറിൽ നിന്ന് ആളുകൾ ഇങ്ങനെ മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം? ഒന്ന് ഓർത്ത് നോക്കിയേ. സ്റ്റാഫിന്റെ കുറവ്. ഓക്കെ, സെക്യൂരിറ്റി അല്ലെ, ക്യാമറ, വെരി ഗുഡ്. അതൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. ഓക്കെ, അല്ല എന്താണ് സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാവാം. അതുപോലെ തന്നെ അവരെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട്, അവിടെ മോണിറ്റർ ചെയ്യാനായിട്ട് ആളുകൾ ഇല്ലാത്തതിന്റെ കുറവ് മൂലമാകാം ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, സ്റ്റോറിൽ നിന്ന് സാധനങ്ങള് മെറ്റീരിയൽസ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ പഴുതുകള് അടയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് റെമഡിയൽ മെഷേഴ്സ് ആയിട്ട് പറയുന്നത്. ഇതൊക്കെ സ്റ്റോറിൽ നിന്ന് ആളുകള് ആ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നതിന്റെ പഴുതുകള് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം ഇവര് എടുത്തുകൊണ്ട് പോകുന്നത് അല്ലെ. നല്ല രീതിയിൽ അവരെ നോക്കാനായിട്ട്, സൂപ്പർവൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാനായിട്ട് ആളുകൾ ഇല്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാവാം. ചിലപ്പോൾ ക്യാമറകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാവാം ആളുകൾക്ക് അത് എടുത്തുകൊണ്ട് പോകാനായിട്ട് എളുപ്പം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ലൂപ്ഹോൾസ് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെന്താണ്, ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം അല്ലെ. എന്താണ്, ഇപ്പോ സ്റ്റോറില് ഒരാളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടുപിടിച്ചു, അയാളെ പിടിച്ചു വാണിംഗ് ചെയ്യുമ്പോൾ മറ്റ് സ്റ്റാഫുകളും അത് കാണുകയാണ് അല്ലെ, വാണിംഗ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, അവർക്കും ഒരു മാതൃകയാണ്. എടുത്തുകൊണ്ട് പോയാലുണ്ടെങ്കിൽ പിടിക്കും എന്ന് അവർക്കറിയാം. അയാളെ വാണിംഗ് ചെയ്യുമ്പോൾ കാണാൻ പറ്റില്ലേ, അറിയാൻ പറ്റില്ലേ അയാൾക്ക്? മറ്റു സ്റ്റാഫുകൾക്ക് ഒരാളെ ഇപ്പൊ സ്റ്റോറിൽ നിന്ന് എടുത്തുകൊണ്ട് പോയപ്പോ പിടിച്ചു, അപ്പൊ വാണിംഗ് ചെയ്തു, ഇനി എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് വാണിംഗ് ചെയ്ത് വിട്ടു. എന്താണ്, മറ്റ് സ്റ്റാഫുകൾക്കും അതൊരു എന്താണ് മാതൃകയല്ലേ? ആണോ? എടുത്തുകൊണ്ട് പോകരുത്, പിടിക്കും എന്ന ആൾക്കാര് അത് അറിയുന്നുണ്ട് അല്ലെ. മറ്റ് സ്റ്റാഫുകൾക്കും അറിയാനായിട്ട് പറ്റുന്നത്. നമ്മളും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നല്ല രീതിയിൽ മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ആക്കണം. ക്ലിയർ ആയോ? സെക്കൻഡ് റെമഡിയൽ മെഷേഴ്സ് ഓക്കെ ആണോ?
ഇനി എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓർ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് പാർട്സ്. എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും അല്ലെങ്കിൽ ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള അവരുടെ നീഡ് അനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ എന്താണ് മോഷണങ്ങൾ ഉണ്ടാവോ? ഇല്ല. ഇത് നമ്മള് ഓവറായിട്ട് ചിലപ്പോ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോ ആയിരിക്കാം എന്ത് സംഭവിക്കുന്നത്, വീട്ടിലേക്ക് എടുത്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ സാധനങ്ങൾ എടുത്ത് മറിച്ചു വെക്കാനുള്ള പ്രവണതകളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്ത് ചെയ്യണം, ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം കൊടുക്കാം. ഓക്കെ. ഇനി എന്താണ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽസ്. അല്ലെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് സെക്യൂരിറ്റി പേഴ്സണൽസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യണം. ഇനി എന്താണ് round the clock handling of costly drugs by senior officials. അപ്പൊ എന്താണ് കോസ്റ്റ്ലി ഡ്രഗ്സ് എവിടെയാ വരാ, ഏത് കാറ്റഗറിയാ വരുന്നത്? കോസ്റ്റ്ലി ഡ്രഗ്സ് ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചത്? വെരി ഗുഡ്. കാറ്റഗറി എ അല്ലേ, ABC അനാലിസിസിൽ കാറ്റഗറി എ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, കണ്ടപ്പോ ചോദിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോ ഇവിടെ എന്താ പറയുന്നത്, സീനിയർ ഒഫീഷ്യൽസിന് മാത്രം കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്തുണ്ടാകുന്നത്, കോസ്റ്റ്ലി ഡ്രഗ്സുകൾ ഉണ്ടായിരിക്കുന്നത്. സീനിയർ ഒഫീഷ്യൽസ് മാത്രമായിരിക്കണം ഈ കോസ്റ്റ്ലി ഡ്രഗ്സ് കൈകാര്യം ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ എന്താ പറയുന്നത്, സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇന്റൻസ്. സ്പെഷ്യൽ ഇൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റൻസ് എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥന. കോസ്റ്റ്ലി ഡ്രഗ്സ് എങ്ങനെയുള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടത്, സ്പെഷ്യൽ അഭ്യർത്ഥന പ്രകാരം. ഡോക്ടർ ചിലപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എന്താണ് ഇന്ന ആളുകൾക്ക് അല്ലെ, അല്ലെങ്കിൽ ഇയാൾക്ക് കൊടുക്കണം എന്നുള്ളത്. ഡോക്ടർ പറയുന്നത് അനുസരിച്ച് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള അഭ്യർത്ഥന പ്രകാരം മാത്രമായിരിക്കണം കോസ്റ്റ്ലി ഡ്രഗ്സ് കൊടുക്കേണ്ടത്, സപ്ലൈ ചെയ്യേണ്ടത്. ഇനി എന്താണ് സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റുട്ടീൻ ഓഡിറ്റ്. സർപ്രൈസ് ആയിട്ട് വെരിഫൈ ചെയ്യാം എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ റുട്ടീൻ ആയിട്ട് ഓഡിറ്റ് ചെയ്യണം. കണക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, റുട്ടീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നത് നോക്കാം. ഓക്കെ, മനസ്സിലായോ? റെമഡിയൽ മെഷേഴ്സ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒരു 7 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്ക്. മനസ്സിലായോ? അതെന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. ബോൾസുകള്, പഴുതുകള്, അവർക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള പഴുതുകൾ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാം. അതെന്ത് ചെയ്യാം, അടയ്ക്കാനുള്ള കാര്യങ്ങള്, പഴുതുകൾ അവർക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിക്കാനുള്ള പഴുതുകള് എങ്ങനെയൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് അതിനുള്ള എന്താണ് മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെന്താണ് മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ആക്കാം. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം എന്ത് ചെയ്യണം, കൊടുത്താൽ മതി, ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ സെക്യൂരിറ്റി പേഴ്സണൽസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ സീനിയർ ഒഫീഷ്യൽസ് മാത്രമായിരിക്കണം കോസ്റ്റ്ലി ഡ്രഗ്സ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള അഭ്യർത്ഥന പ്രകാരം മാത്രമായിരിക്കണം കോസ്റ്റ്ലി ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ സർപ്രൈസ് ആയിട്ട് വെരിഫിക്കേഷൻ നടത്തുക. അതുപോലെ റുട്ടീൻ ഓഡിറ്റും മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ ആണോ? വായിച്ചു നോക്കിയൊന്ന്. ലാസ്റ്റ് പോയിന്റ് എന്താണ്, സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റുട്ടീൻ ഓഡിറ്റ്. എന്താണ് സർപ്രൈസ് ആയിട്ട് വെരിഫിക്കേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഡ്രഗ് സ്റ്റോർ പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ തന്നെ എന്താണ് റുട്ടീൻ എന്താണ് കണക്കും കാര്യങ്ങളൊക്കെ റുട്ടീൻ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ കാര്യങ്ങൾ എന്താണ് മോഷണം സംഭവിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നീ എന്താ പറയേണ്ടത്? മിനിറ്റ്. Drug stores.
ഡ്രഗ് സ്റ്റോഴ്സ് എന്താ? കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസസ് അല്ലെ. നമ്മൾ പറഞ്ഞു എന്താണ്, ഇപ്പോ ആക്സിഡന്റുമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ എന്താണ്, അയാളുടെയിലോട്ടായിരിക്കും കാഷ്വാലിറ്റിയിലെ എല്ലാ സ്റ്റാഫുകളുടെയും ശ്രദ്ധ അല്ലെ. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ്? അയാളിലോട്ടായിരിക്കും, ആ പേഷ്യന്റിലോട്ടായിരിക്കും. അപ്പൊ അവിടെ ഉള്ള മെഡിസിൻസ് അല്ലെങ്കിൽ പല ഡ്രഗ്സുകള് മറ്റ് സ്റ്റാഫുകൾ വന്ന് അല്ലെങ്കിൽ വേറെ ആളുകൾ വന്നൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസസിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, ഏരിയാസ് ഹാവിംഗ് സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് മെറ്റേണിറ്റി വാർഡിൽ നിന്നൊക്കെ എന്താണ്, ന്യൂ ബോൺ ബേബീസിനെ എടുത്തുകൊണ്ട് പോകുന്നത്, മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതൊക്കെ പേപ്പറിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ന്യൂ ബോൺ ബേബീസിനെ എടുത്തുകൊണ്ട് പോവാം, മോഷ്ടിച്ചു കൊണ്ടുപോവാം. അതുപോലെ ലേബർ റൂംസ്, ICCU, മോർച്ചറി, അതുപോലെ കാർഡിയക് തൊറാസിക് യൂണിറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്സ്, ആക്സിഡന്റ് യൂണിറ്റ്, പീഡിയാട്രിക് യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ. ഇവയിൽ നിന്നൊക്കെ എന്തൊക്കെയാണ്? ബ്ലേഡുകള്, ഡ്രഗുകള്, അതുപോലെ തന്നെ ഗ്ലൗസുകളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുപോലെ വാർഡിൽ നിന്നൊക്കെ എന്താണ്? ലിനൻ, തുണികള്, അതുപോലെ തന്നെ എന്താണ്? സോപ്പ്, ടോർച്ച് ഒക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകാം. പിന്നെ എന്താണ്? വർക്ക്ഷോപ്പ് ആൻഡ് മെയിൻ്റനൻസ് ഫീസ്. ഈ വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ പല പല മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലെ അവിടെ. അതുപോലെ തന്നെ എന്താണ്? വർക്ക്ഷോപ്പില് മെയിൻ്റനൻസ് വർക്ക് ഒക്കെ കഴിയുമ്പോൾ ക്യാഷ് ഒക്കെ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവാം. പിന്നെ എന്താണ്? ആംബുലൻസ് സർവീസസിൽ നിന്ന്, ആംബുലൻസിൽ നിന്നൊക്കെ പെട്രോള്, ഓയിൽ ഒക്കെ ഊറ്റിയെടുത്ത് കൊണ്ടുപോകുന്നതൊക്കെ അറിയില്ലേ നിങ്ങൾക്ക്? അങ്ങനെയുള്ള പല ഇതും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പെട്രോൾ ആയാലും ഓയിൽ ആയാലും മോഷ്ടിച്ചു കൊണ്ടുപോകും. പിന്നെ ജനറൽ ആയിട്ടുള്ള സ്റ്റോറിൽ നിന്നൊക്കെ പേപ്പേഴ്സ്, ബുക്കുകള്, അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസും മോഷ്ടിച്ചു കൊണ്ടുപോകാം. ഓക്കെ ആണോ? ഡ്രഗ് സ്റ്റോറ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഏതാ ഡൗട്ട് വന്നത്? തേർഡ് പോയിന്റ് ഏതാണോ? റെമഡിയൽ മെഷേഴ്സ് ആണോ തേർഡ് പോയിന്റില്? തേർഡ് പോയിന്റ് നോക്കിയേ, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള അവരുടെ നീഡ് അനുസരിച്ച്, ആവശ്യം അനുസരിച്ച് മാത്രം മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എന്താണ്? ഓവർ സ്റ്റോക്കിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാലാണ് എന്ത് മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ട് സാധ്യത ഉണ്ടാകുന്നത് അല്ലെ, പ്രവണതകൾ വരുന്നത് സ്റ്റാഫിന്. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള, അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് മാത്രം പ്രൊവൈഡ് ചെയ്ത് കൊടുത്താൽ എന്താണ്? അവർക്ക് പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ലേ ആ മെറ്റീരിയൽസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യത്തിന് മാത്രം ചെയ്തു കൊടുത്താൽ മതി, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? മെറ്റീരിയൽസ് മാനേജ്മെന്റ് അപ്പൊ കംപ്ലീറ്റ് ആയിട്ടോ നമ്മുടെ. ഇനി നെക്സ്റ്റ് ആണ് ഓഡിറ്റ്. ഓഡിറ്റ് എന്താ? ഓഡിറ്റ് കേട്ടോ. ചാപ്റ്റർ നമ്പർ മിസ്സിന് അറിയില്ല, നിങ്ങളുടെ കയ്യിൽ എത്രയാണെന്നുള്ളത് കേട്ടോ. കണക്കുകൾ കാര്യങ്ങളൊക്കെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ. ചിലപ്പോ നിങ്ങൾ കുടുംബശ്രീയിലൊക്കെ ഉള്ളവരായിരിക്കാം. അതിലൊക്കെ ഓഡിറ്റ് ഇല്ലേ? ഓഡിറ്റ് ഒക്കെ ഇല്ലേ അതിനകത്ത്? കുടുംബശ്രീയിലൊക്കെ ഉണ്ടോ? കുടുംബശ്രീയിലുള്ളവരുണ്ടോ അതിനകത്ത്? അല്ലെങ്കിൽ എന്താണ്, നമ്മളിപ്പോ ബാങ്കില്, അതുപോലെ തന്നെ പല പല ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ ഓഡിറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഓഡിറ്റ് ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓഡിറ്റ്. ഇത് കണക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? കണക്കുകള് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ തേർഡ് മൊഡ്യൂൾ ആണ് കേട്ടോ. തേർഡ് മൊഡ്യൂള് ചാപ്റ്റർ ഓഡിറ്റ്. ചാപ്റ്റർ നമ്പർ എത്രയാണ്? 45 അല്ലെ. ഓക്കെ, 45.
ഓക്കെ, ഇനി നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് കണക്കുകൾ കാര്യങ്ങൾ മാത്രമല്ല. ഓക്കെ, അത് ഓർത്ത് വെക്കുക കേട്ടോ. കണക്കുകൾ കാര്യങ്ങൾ മാത്രമല്ല, ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡിലോട്ട് ഈ ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ, അവർ ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നുണ്ടോ എന്ന് കൂടി ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു പബ്ലിക്കിന്റെ ഇടയിൽ ഇത്ര നിലവാരം പുലർത്തുന്നുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണക്കുകളും കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞതുപോലെ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ഒരു സ്റ്റാൻഡേർഡ്, ഒരു നിലവാരം പുലർത്തുന്നുണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയ. അതാണ് ഹോസ്പിറ്റലുകളിലെ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓഡിറ്റ് ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് വായിക്കുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവില്ല. മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. മിസ് വായിച്ച് പറഞ്ഞു തരാം. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഡെഫിനിഷൻ നോക്കിയേ, ഡെഫിനിഷൻ നോക്കിക്കോളൂ. A systematic and critical assessment of the planning, delivery and evaluation of service with regard to efficiency, effectiveness and quality within given resources. എന്താ പറയുന്നത്? A systematic and critical assessment of the planning, delivery and evaluating of the services with regard to efficiency, effectiveness and quality within given resources. അത് പറയുന്നത് ഇങ്ങനെയാണ്: നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പറഞ്ഞപ്പോ വലുത് മനസ്സിലായോ? ക്ലിയർ ആയോ? ഒന്നും മനസ്സിലായില്ല അല്ലെ? ഒന്നുകൂടി മിസ് വായിക്കാം കേട്ടോ. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടാവൂലേ? ആരൊക്കെയായിരിക്കും സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ട് വരുന്നത്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ മനസ്സിലാക്കി തരാം കേട്ടോ, പേടിക്കണ്ട. ആരൊക്കെയാണ് സർവീസ് പ്രൊവൈഡേഴ്സ്? ഡോക്ടർ ഉണ്ടാവും, നഴ്സുമാര്, പിന്നെ ആരൊക്കെ ഉണ്ടാവും? മറ്റ് സ്റ്റാഫുകൾ അല്ലെ, അതർ സ്റ്റാഫുകൾ ഉണ്ടാവും. പേഷ്യൻസ് ആണോ സർവീസ് പ്രൊവൈഡേഴ്സ്? രോഗികൾക്ക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ആരൊക്കെയാണ്? എന്താണ്? ഡോക്ടേഴ്സ് ഉണ്ടാവും, അറ്റൻഡ്, അതൊക്കെയാണ് മറ്റ് സ്റ്റാഫുകളായിട്ട് വരുന്നത്. അപ്പോ അങ്ങനെയുള്ള ആളുകൾ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും. ഇവരൊക്കെ എന്താണ്? നല്ല രീതിയിലാണ് ക്വാളിറ്റി കെയർ കൊടുക്കുന്നുണ്ടാവും അല്ലെ രോഗികൾക്ക്. അതുപോലെ തന്നെ പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിസിൻ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട്, അതുപോലെ അവർക്ക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ. എന്താണ്? നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഫെസിലിറ്റീസും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോ പല പല കാര്യങ്ങൾ രോഗികൾക്ക് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട്, ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, സൗകര്യങ്ങൾ ഫെസിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ ആയിരിക്കണം ആർക്ക് കൊടുക്കേണ്ടത്? പേഷ്യൻസിന് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി എന്താണ്? If
സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അവർക്ക് കൊടുക്കുന്ന മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ക്രോഡീകരിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹെൽത്ത് പ്രൊവൈഡേഴ്സ് കൊടുക്കുന്ന ക്വാളിറ്റി കെയർ, സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ എന്താണ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കൊടുക്കുന്ന ക്വാളിറ്റി ഉള്ള സർവീസ്, അതിനെയൊക്കെ നമ്മൾ ക്രോഡീകരിച്ച് ഇവാലുവേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയെയാണ് ഓഡിറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി ഇപ്പൊ പറഞ്ഞപ്പോ? ഓക്കെ ആണോ? എന്താ പറഞ്ഞത്? ഹോസ്പിറ്റലുകളിലെ രോഗികൾക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി കെയർ കൊടുക്കണം അല്ലെ? നമ്മുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പല മെഡിസിൻസുമായിട്ട് ബന്ധപ്പെട്ട്, ഫെസിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട്, ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും മറ്റ് സ്റ്റാഫുകളായാലും രോഗികൾക്ക് നല്ല നിലവാരത്തോടു കൂടിയിട്ടുള്ള ക്വാളിറ്റി കെയർ വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ ഇവര് ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, ക്വാളിറ്റി കെയറുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ച് ഇവാലുവേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയെയാണ് ഓഡിറ്റിംഗ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ക്ലിയർ ആയോ? ഓക്കെയാണോ? ടോമിന് ഓക്കെയാണോ? ക്ലിയർ ആണോ മോനെ? മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ കാര്യങ്ങളാണ് മിസ് പറഞ്ഞത്, സിമ്പിൾ ആക്കിയിട്ട്. ഓക്കെ, എഴുതിയെടുക്കണോ നിങ്ങൾക്ക്? ഓക്കെ, സെക്കൻഡ് ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയാം. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു തരാം കേട്ടോ, എഴുതിക്കോളൂ. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം, എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ, എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സെന്റൻസ് വായിക്കട്ടെ മിസ്? എല്ലാവർക്കും കിട്ടിയോ? എഴുതിയോ? ഇനി സെക്കൻഡ് സെന്റൻസ് നോക്കാം. ഇനി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മിസ് പറഞ്ഞില്ലേ, ക്രോഡീകരിച്ച് പറഞ്ഞില്ലേ, അതുകൂടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. പറഞ്ഞു തരാം. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ
വിലയിരുത്തലാണ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? പറഞ്ഞു എന്താണ്, നമ്മള് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഡോക്ടേഴ്സ്, നഴ്സുമാര്, അതർ സ്റ്റാഫുകള്, ഇവര് കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സർവീസുകൾ അല്ലെ, മെഡിസിൻ ആയിക്കോട്ടെ, അതുപോലെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളായിക്കോട്ടെ, ഫെസിലിറ്റിയുടെ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അപ്പൊ എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചു കേട്ടോ. കിട്ടിയില്ലേ ഫസ്റ്റ് പോയിന്റ്? ഇനി സെക്കൻഡ് സെന്റൻസ് നോക്കിയേ. It is the assessment of data, documents and resources to inspect performance of system is meet specified standards. എന്താണ് വായിക്കാട്ടോ മിസ്? നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതി. മനസ്സിലായോ? നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതിയാണ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ, രേഖകൾ, ഉറവിടങ്ങൾ എന്നിവയുടെ വിലയിരുത്തലിലൂടെയാണ് ഓഡിറ്റ് നടത്തുന്നത്. 2 പോയിന്റ് ഒന്ന് എഴുതി വെച്ചേ. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതിയാണ് ഓഡിറ്റ്. ഡാറ്റ, രേഖകൾ, ഉറവിടങ്ങൾ എന്നിവയുടെ വിലയിരുത്തലിലൂടെയാണ് ഓഡിറ്റ് നടത്തുന്നത്. കിട്ടിയില്ലേ 2 പോയിന്റും? ഇവിടെ എന്താ പറയുന്നത്? ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി. ഹോസ്പിറ്റലിലെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ ഹോസ്പിറ്റലും പലതരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് പാലിക്കുന്നത്, പലതരത്തിലുള്ള ക്രൈറ്റീരിയാസ് ആണ് അവർ പാലിക്കുന്നത്. ഏതാ പറയേണ്ടത്? 2 സെന്റൻസ് വായിക്കണോ? വായിക്കാം, ഒരിക്കൽ കൂടി വായിക്കാം കേട്ടോ. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതിയാണ് ഓഡിറ്റ്. ഡാറ്റ, രേഖകൾ, ഉറവിടങ്ങൾ എന്നിവയുടെ വിലയിരുത്തലിലൂടെയാണ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ ആണോ? അപ്പോ എന്താണ് ഇപ്പോ രണ്ടാമത്തെ സെന്റൻസിന്റെ വിശദീകരണമാണ് ഇനി പറയാൻ പോകുന്നത്. എഴുതിയില്ലേ എല്ലാവരും? ഓക്കെ, ഇനി സിമ്പിൾ ആക്കി പറഞ്ഞു തരാം. എന്താണ്? ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ് എന്നത്. ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി. ഹോസ്പിറ്റലിലെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹോസ്പിറ്റല് പല ക്രൈറ്റീരിയാസ് ആണ് യൂസ് ചെയ്യുന്നത്. പല ഹോസ്പിറ്റലും പല ക്രൈറ്റീരിയാസ് യൂസ് ചെയ്യുന്നവരാണ്. ക്രൈറ്റീരിയാസ് എന്ന് പറയുമ്പോൾ എന്താണ്? മാനദണ്ഡങ്ങള് പാലിക്കുന്നവരാണ്. ഈ മാനദണ്ഡങ്ങള് അവരെന്ത് ചെയ്യുന്നുണ്ട്? പാലിക്കുന്നുണ്ട് അല്ലെ? പല ഹോസ്പിറ്റലും പല ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്. അതിനെയാണ് പെർഫോമൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് ക്രൈറ്റീരിയാസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ ആ സെന്റൻസ്? ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇനി എന്താണ്? ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഓഡിറ്റ് നടത്തുന്നത്?
ഡാറ്റയുടെ സഹായത്തോടു കൂടിയിട്ടാവാം, അതുപോലെ എന്താണ് പല രേഖകളുടെ സഹായത്തോടു കൂടിയിട്ടാവാം, പല റിസോഴ്സുകളുടെ സഹായത്തോടു കൂടിയിട്ടാവാം ഓഡിറ്റ് നടക്കുന്നത്. 3 രീതിയാണ് ഇവിടെ പറയുന്നത്. ഡാറ്റാസ് ഉണ്ട്, അതുപോലെ ഡോക്യുമെന്റ്സ് ഉണ്ട്, അതുപോലെ റിസോഴ്സുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് കുറിച്ച് വെച്ചോളൂ കേട്ടോ. എന്താണ്? പേഷ്യൻസ് രജിസ്റ്ററും ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സും യൂസ് ചെയ്തുകൊണ്ടാണ് ഹോസ്പിറ്റലുകളിൽ ഓഡിറ്റ് നടത്തുന്നത്. ഹോസ്പിറ്റലില് ഓഡിറ്റ് നടത്തുമ്പോൾ മെയിൻ ആയിട്ട് നോക്കുന്നത് എന്താണ്? പേഷ്യൻസ് രജിസ്റ്ററും ഉണ്ടാവും, അതുപോലെ തന്നെ രോഗികളുടെ മെഡിക്കൽ റെക്കോർഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. പേഷ്യൻസ് രജിസ്റ്ററും മെഡിക്കൽ റെക്കോർഡ്സും യൂസ് ചെയ്തുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഹോസ്പിറ്റലില് ഓഡിറ്റിംഗ് നടത്തുന്നത്. ഓക്കെ ആയോ? ഫസ്റ്റ് ഡെഫിനിഷൻ 2 കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ അതിൽ പഠിച്ചത്. ഓക്കെ, ഇനി 1 മിനിറ്റ്. ഒന്ന് വായിച്ചു നോക്കിയത്, ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? പേഷ്യൻസ് റെക്കോർഡ്സും മെഡിക്കൽ റെക്കോർഡ്സും യൂസ് ചെയ്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ മെയിൻ ആയിട്ട് ഓഡിറ്റിംഗ് നടത്തുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഇനി നെക്സ്റ്റ് ഒരു പാരഗ്രാഫും കൂടി കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതും കൂടി നോക്കിയിട്ട് മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓഡിറ്റ് എന്താണ്? ഇൻ ഹെൽത്ത് കെയർ ഈസ് എ പ്രോസസ് യൂസ്ഡ് ബൈ ഹെൽത്ത് പ്രൊഫഷണൽസ് ടു estimate and evaluate and refine care of patients in a systematic way. എന്താ പറയുന്നത്? ഹെൽത്ത് കെയർ എന്നത് ചിട്ടയായ രീതിയിൽ രോഗികളെ പരിചരിക്കാനും അതുപോലെ തന്നെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെ കണക്കാക്കാനായിട്ടും ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും പരിഷ്കരിക്കാനും ഹെൽത്ത് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ചിട്ടയായ രീതിയിൽ രോഗികളെ പരിചരിക്കാനായിട്ട്, അതുപോലെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ പരിഷ്കരിക്കാനായിട്ടും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് സെക്കൻഡ് സെന്റൻസ് നോക്കിയേ. ഓഡിറ്റ് കാൽക്കുലേറ്റ്സ് കറന്റ് പ്രാക്ടീസ് against the defined standard it belong to clinical governance which aims at safeguarding a high quality to clinical care for patients. അപ്പോ ഓഡിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്താണ്? എയിം എന്ന് പറഞ്ഞാല് രോഗികൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ക്ലിനിക്കൽ പരിചരണം സുരക്ഷിതമാക്കാനായിട്ട് ഓഡിറ്റ് ലക്ഷ്യമിടുന്നു. അതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. ഓഡിറ്റിന്റെ മെയിൻ എയിം എന്താണ്? രോഗികൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ക്ലിനിക്കൽ പരിചരണം അല്ലെ, ഹൈ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമാക്കാനായിട്ട് ആണ് ഓഡിറ്റ് ലക്ഷ്യമിടുന്നത്. മനസ്സിലായോ? ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് പാരഗ്രാഫ് എന്താ പറഞ്ഞത്? ഹെൽത്ത് കെയർ എന്നത് എന്താണ്? ചിട്ടയായ രീതിയിൽ രോഗികളെ പരിചരിക്കാനും ഇവാലുവേറ്റ് ചെയ്യാനും പരിഷ്കരിക്കാനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു
ഉപാധി അല്ലെങ്കിൽ പ്രക്രിയയാണ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഓഡിറ്റിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? നല്ല രീതിയിൽ രോഗികൾക്ക് ഉയർന്ന നിലവാരത്തോട് കൂടിയിട്ടുള്ള ക്ലിനിക്കൽ പരിചരണം സുരക്ഷിതമാക്കാനായിട്ട് അല്ലെങ്കിൽ ഉറപ്പുവരുത്താനായിട്ടാണ് ഓഡിറ്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. സ്റ്റോപ്പ് ചെയ്യാം നമുക്കൊന്ന്. ബോറടിച്ചോ നിങ്ങൾക്ക്? ഇതുവരെ നാളെ വരുമ്പോ ഒന്ന് പഠിച്ചിട്ട് വരാട്ടാ, നോക്കി വായിച്ചിട്ട് വരാം. ഡൗട്ട് ഉണ്ടോ? ഇല്ല. താങ്ക് യു.